ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഫലസ്തീൻ അടങ്ങുന്ന ഷാം പ്രദേശം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ഇസ്ലാമിന് കീഴിലേക്ക് വരുന്നത്. ഫലസ്തീനിന്റെ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ധാരാളം സഹാബാക്കൾ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള സഹാബാക്കളോട് പറഞ്ഞു, നമുക്ക് ഓരോ വീട്ടിലും കയറി വിവരങ്ങൾ അന്വേഷിച്ച് ക്ഷേമം അന്വേഷിച്ച് പുറപ്പെടാം, മദീനയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നേ പോയി, കൂടെ ആരും ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് കയറി. ഒരു വൃദ്ധയായ ഒരു സ്ത്രീ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അപ്പൊ ഈ സ്ത്രീക്ക് ഉമറിനെ അറിയില്ല, ഉമറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ വന്നയാൾ ഉമറാണെന്നും ആ സ്ത്രീക്ക് അറിയില്ല. അപ്പൊ സ്ത്രീ ഉമറിനോട് ചോദിക്കുകയാണ്, ഉമർ ഷാമിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, എന്താണ് ഉമറിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റജഅ സാലിമ, ഉമർ ഷാമി പോയി സുരക്ഷിതനായി തിരിച്ചു പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറയാണ്, ലാ ജസാഹുല്ലാഹു അന്നി ഖൈറ, എന്റെ വിഷയത്തിൽ ഉമറിന് ഒരു നന്മയും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ എന്ന് ഈ സ്ത്രീ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഉമറാണെന്നൊന്നും ഈ സ്ത്രീക്ക് അറിയില്ല. ഉമർ ചോദിച്ചു, ബിമ, അതെന്താ കാരണം? ഉമറിനൊരു നന്മ കൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഉമർ അധികാരമേറ്റത് മുതൽ ഇന്നേ വരെ സർക്കാരിന്റെ ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു ഒറ്റയ്ക്കൊരു വൃത്തിയായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, ഒരു ആനുകൂല്യം ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉമറിനെതിരെ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വലിയ വിഷമമായി. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ സ്ത്രീയോട്, ഉമർ മദീനയിലാണ്, നീ വിദൂരമായൊരു പ്രദേശത്ത് ഈ വഴിയരികിൽ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഉമർ എങ്ങനെ അറിയാനാണ്? അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഉമർ എങ്ങനെ അറിയും എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറയണം, സുബ്ഹാനല്ലാഹ്, അത്ഭുതം. ഒരു മനുഷ്യൻ ഒരു പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുത്ത് ഒരു വിഭാഗം ആളുകളുടെ ഭരണാധികാരിയായിട്ട് മാറിയിട്ട് ആ നാട്ടിലെ ആളുകളെ അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരു ഭരണാധികാരി നാട്ടുകാരെ അറിയണ്ടേ? നീ പറയുന്നത് ഉമറിനെ എന്നെ അറിയില്ല എന്നാ, ഞാൻ വിദൂരത്തായതുകൊണ്ട് അറിയില്ല എന്നാ. ഞാൻ എവിടെയാകട്ടെ, ഞാൻ മശ്രിഖിലോ മഗ്രിബിലോ ആണെങ്കിൽ പോലും ഉമർ എന്നെ അറിയണ്ടേ? ഞാൻ ഉമറിന്റെ ഒരു ഭരണീയനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറിനേക്കാൾ എല്ലാവർക്കും വിവരമുണ്ട്. കുല്ലുന്നാസി അഫ്ഖഹു മിൻ ഉമർ ഹത്തൽ അജൂസ, എല്ലാവർക്കും ഉമറിനേക്കാളും വിവരമുണ്ട്, ഉമറിനാണ് വിവരം കുറവ്. ഈ സ്ത്രീക്ക് വരെ, ഈ വൃദ്ധയായ സ്ത്രീക്ക് പോലും ഉമറിനേക്കാൾ അറിവുണ്ട് എന്ന് ഉമർ പറഞ്ഞിട്ട് ഉമർ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ശരിയാണ്, ഉമറിനൊരു തെറ്റു പറ്റിയിട്ടുണ്ട്. അതിനെന്ത് നഷ്ടപരിഹാരമാണ് നിനക്ക് വേണ്ടത്? ഉമറിന്റെ സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യം കിട്ടാത്തതിന് എന്ത് നഷ്ടപരിഹാരം കൊടുത്ത് നിനക്കത് ഒത്തുതീർപ്പാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറയാണ്, നിന്നെ കളിയാക്കുവാണോ, എന്നെ പരിഹസിക്കുവാണോ? ഉമർ പറഞ്ഞു, അപ്പോഴും ഈ സ്ത്രീക്ക് ഇത് ഉമറാണെന്നറിയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലല്ല, അങ്ങനെയല്ല, ഉമർ നരകത്തിൽ പോകരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നീ എന്ത് തന്നാൽ ഉമറിന് പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ ആലോചിച്ചിട്ട് പറഞ്ഞു, 25 ദീനാറ് തരുവാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ സമ്മതിച്ച് നിൽക്കുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പുറകെ വരുന്നുണ്ട്. ഉമറിനെ അന്വേഷിച്ച് വരികയാണ്. അവർ വന്നിട്ട്, അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ, ഭരണാധികാരി, അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ, സലാം ചൊല്ലിയപ്പോഴാണ് ഈ പെണ്ണ് മനസ്സിലാക്കുന്നത്, ഞാൻ ഇത്രയും നേരം സംസാരിച്ച ആൾ ഉമർ തന്നെയാണ്. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, വാസോ അത്താ, എനിക്കെന്ത് മണ്ടത്തരാണ് പറ്റിയത്, ഞാൻ ഖലീഫയുടെ മുന്നിലാണല്ലോ ഇന്ന്, അദ്ദേഹത്തെ ആണല്ലോ ഞാൻ ഈ ചീത്ത പറഞ്ഞതൊക്കെ എന്ന് ആ സ്ത്രീ ഇങ്ങനെ ഖേദിക്കുന്നുണ്ട്. അപ്പൊ ഉമർ പറഞ്ഞു, സാരമില്ല, ഉമർ തന്നെയാണ് ഞാൻ, സാരമില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശരി, നമുക്ക് 25 ദീനാറിൽ നമ്മളൊരു ധാരണയിലെത്താം, ഒന്ന് എഴുതി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം, ഒരു പേപ്പർ തരാൻ, ഒരു തുകല് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഇവിടെ എഴുതാൻ പറ്റുമൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വസ്ത്രത്തിൽ നിന്ന് കുറച്ച് കീറിയെടുത്തിട്ട് അതിനകത്ത് എഴുതുവാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഞാനും ഈ സ്ത്രീയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഞാൻ ഇന്നേ വരെ എന്റെ ഗവൺമെന്റിൽ നിന്നൊരു ആനുകൂല്യം ഈ വൃദ്ധയ്ക്ക് കിട്ടാത്തതിന് നഷ്ടപരിഹാരമായി 25 ദീനാറ് കൊടുത്ത് പൊരുത്തപ്പെടിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വസ്ത്രത്തിൽ, കീറിയെടുത്ത വസ്ത്രത്തിന്റെ കഷ്ണത്തിൽ ഉമർ എഴുതി. രണ്ടുപേരെ സാക്ഷിയാക്കി, അലീനെയും അബ്ദുല്ലാഹിനും മസ്ഊദിനെയും സാക്ഷിയാക്കിയിട്ട് മകൻ ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വാപ്പ മരിച്ചാൽ വാപ്പയുടെ കഫൻ തുണിയിൽ ഇത് വയ്ക്കണം, വാപ്പാനെ കബറടക്കുമ്പോൾ കഫൻ തുണിയിൽ ഇത് വച്ചിട്ടേ കബറടക്കാവുള്ളൂ. നാളെ മഹ്ശറിൽ വരുമ്പോൾ എനിക്ക് അള്ളാഹുവിനെ ഇത് കാണിക്കാനുള്ളതാണ്. എന്റെ ഭരണത്തിൻ കീഴിൽ ഈ പെണ്ണിനോട് ഞാൻ അനീതി കാണിച്ചിട്ടില്ല എന്ന് പടച്ചോനോട് കാണിക്കാനുള്ള സാക്ഷ്യപത്രമാണിതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മകനെ ഏൽപ്പിക്കുകയും ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്ത് സമയത്ത് മകൻ കഫൻ തുണിയിൽ ഇത് വച്ച് കബറടക്കപ്പെടുകയും ചെയ്തു എന്നാണ്.
നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശം, ഒരു ഭരണാധികാരിയുടെ ക്വാളിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ അറിയുക എന്നുള്ളതാണ്. ജനങ്ങൾ അറിയാത്ത ഒരാളെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെടരുത്. ആ വിഷയത്തിൽ ജനവികാരമാണ് ഏറ്റവും വലുത് എന്നൊരു സന്ദേശമാണ് ഈ ഹദീസും ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.